അമേരിക്കയുടെ താരിഫ് ഭീഷണിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേസമയം അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ മരവിപ്പിച്ചെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ തള്ളി. അമേരിക്കയുടെ താരിഫ് ഭീഷണി മറികടക്കാൻ പുതിയ നീക്കങ്ങൾ ഊർജിതമാക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഫോൺ സംഭാഷണം നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഹരത്തിനു മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്നാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ മരവിപ്പിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ US സന്ദർശനം റദ്ദാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വാർത്ത പ്രതിരോധ മന്ത്രാലയം തള്ളി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് ചൈന സ്വാഗതം ചെയ്തു. പ്രശ്നപരിഹാരമാകും വരെ ഇന്ത്യയുമായി ചർച്ചകൾക്കില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. താരിഫ് ആഘാതം ഏറെ ഉണ്ടാകാനിടയുള്ള ബ്രസീലും ചൈനയും ഇന്ത്യയും യോജിച്ചുള്ള നീക്കങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24.